എങ്ങനെയുണ്ട്? അടിപൊളി. ആ, പിന്നെ അതിലെ നടനാണെങ്കിൽ പുതിയതാണെന്ന് പറയത്തില്ല, സൂപ്പർ അഭിനയമായിരുന്നു. ഭയങ്കര സ്റ്റണ്ട്, പക്ഷേ എങ്കിലും ഒരു ഫാമിലി എൻ്റർടൈൻ എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ യൂത്തിനെയൊക്കെ പൊളിച്ചെടുക്കും. സൂപ്പർ സിനിമയായിരുന്നു. എന്തെങ്കിലും പുതുമയുണ്ടോ പടത്തിൽ? പുതുമ ഈ ഡാർക്ക് വെബിനെ പറ്റിയുള്ള ഒരു ഫിലിം മലയാളത്തിൽ ഇറങ്ങുന്നത് ആദ്യമായിട്ടാണല്ലോ. ആ ഒരു ഇതുണ്ട്. പക്ഷെ നമുക്ക് നടൻ പൊളി പറയാതിരിക്കും. ഷാജു നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു അച്ഛൻ്റെ വേഷം നല്ലതുപോലെ ചെയ്തിട്ടുണ്ട്. എല്ലാവരും പുതുമുഖങ്ങളാണെന്ന് തോന്നുന്നു. എന്തായാലും ആകാശ് സൂപ്പറായിട്ടുണ്ട്. യൂത്തിനുള്ളൊരു മെസ്സേജും കൂടെയാണ്. കാരണം ആ ഒരു ഡാർക്ക് വെബിൽ ഒളിഞ്ഞിടയ്ക്കുന്ന ആ ഒരു കുറേ സംഭവങ്ങളില്ലേ, അപ്പം അത് അവർക്കുള്ളൊരു ഇതും കൂടെ ഒരു മെസ്സേജാണ്. നല്ല മൂവിയാണ്. മേക്കിംഗ് ഒക്കെ നന്നായിട്ടുണ്ട്. ഫസ്റ്റ് അഭിനയമാണെന്ന് കണ്ടാൽ പറയത്തില്ല, നല്ല പോലെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ആക്ടർ. പിന്നെ ഇതിലെ മേക്കിംഗ് ഡയറക്ഷനൊക്കെ നല്ല അടിപൊളിയായിരുന്നു. ഡയറക്ഷനൊക്കെ സൂപ്പറായിരുന്നു. ഓരോ ഷോട്ടും അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ആക്ഷൻ മൂവിയായിരുന്നു. അടിപൊളി, കൊള്ളാം. പടത്തിൽ എന്താണ് ഇഷ്ടപ്പെട്ടത് ചേച്ചി? എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചില്ല, എല്ലാം ഓക്കെ ആയിരുന്നു, കൊള്ളാം. അഭിനയമൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളി. നന്നായിട്ടുണ്ട്. എനിക്കെന്നെ പാട്ടുകളും ഇഷ്ടപ്പെട്ടു. പുതിയ നടൻ്റെ ആ ഒരു നന്നായിട്ടുണ്ട്. നന്നായിരുന്നു. എല്ലാം പുതുമുഖങ്ങളായിരുന്നു. നല്ലതായിരുന്നു, കുഴപ്പമില്ല. കഥയൊക്കെ എങ്ങനെയുണ്ട്? കഥ കുഴപ്പമില്ല, എല്ലാവർക്കും കണ്ടിരിക്കാൻ പറ്റുന്ന. ഒരു അഭിനയമൊക്കെ എങ്ങനെയുണ്ട്? അഭിനയമൊക്കെ കൊള്ളാം. ഒരു ഓളം സൃഷ്ടിക്കുന്നതല്ല, ശരിക്കും യൂത്തിൻ്റെ ഇടയിൽ നടക്കുന്ന ചില സംഭവങ്ങളാണ് ഇത് ഈ ഒരു ഡാർക്ക് വെബിലൂടെ ഈ സംവിധായകൻ പറയാൻ ശ്രമിച്ചിരിക്കുന്നത്. കുറേ പേര്, അതായത് ഇത് നല്ലത് മാത്രം ഉൾക്കൊള്ളുന്നവർക്ക് അത് ഉൾക്കൊണ്ട് പോകാം. ഒരു ഫാമിലി പടം എല്ലാവർക്കും അങ്ങനെ പറയാൻ പറ്റത്തില്ല, കാരണം വയലൻസ് ഒരുപാടാണ്. പക്ഷേ എങ്കിൽ പോലും എല്ലാവർക്കും ഇരുന്ന് കാണാൻ പറ്റിയ ഒരു നല്ല സിനിമയാണ്. മ്യൂസിക് നല്ല മ്യൂസിക്കാണ്. പാട്ടെല്ലാം കൊള്ളായിരുന്നു. 10 ദിവസമായാലേ ഉള്ളൂ. പുതുമുഖങ്ങളായതുകൊണ്ടായിരിക്കാം വലിയൊരു എങ്കിലും ആളുണ്ടായിരുന്നു. ഞാൻ രാവിലെ ലുലുവിൽ പോയി ഫസ്റ്റ് ഷോ കണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ രണ്ടാമത്. ശരിക്കും നമുക്ക് ഇങ്ങനെയുള്ള സിനിമ കാണാൻ എനിക്ക് ഒരു 50+ ആണ്. അപ്പോഴത്തേക്കും ഞങ്ങൾക്കൊക്കെ രണ്ടാമത്തെ പ്രാവശ്യം കാണുമ്പോഴേ ഇതെന്താണ് ഏതാണെന്നുള്ളത് കറക്റ്റ് ഒരു പിക്ചർ കിട്ടത്തുള്ളൂ. എന്തായാലും കണ്ടിരിക്കാൻ പറ്റിയൊരു സിനിമയാണ്.